Marian College Students Council UNAIയും NEPയും സംയുക്തമായി സംഘടിപ്പിച്ച സംസ്കൃതി എക്സിബിഷൻ ഏറെ ശ്രദ്ധേയമായി. എക്സിബിഷന്റെ മുഖ്യ സംഘാടക പ്രൊഫസർ സൂസന്ന ഉമ്മൻ. ഇവിടെ ഞങ്ങൾ മെയിൻലി വി ആർ ഫോക്കസിങ് ഓൺ കേരള ഒറിജിനൽ ആയിട്ടുള്ള ഒരു ഇൻഡിജിനസ് ആയിട്ടുള്ള ഒരു യൂട്ടൻസിൽസ് ആർട്ടിഫാക്ട്സ് ബേസിക്കലി ട്രഡീഷണലി യൂസ്ഡ് ഇൻ ആ കസ്റ്റം ആൻഡ് ട്രഡീഷണൽ ഓരോ പ്രാക്ടീസസിന് അപ്പം മേ ബി നോട്ട് ഇൻ യൂസ് നൗ. അപ്പം ന്യൂ ജനറേഷൻ ഇത് പല കാര്യങ്ങളും അറിയില്ല, എന്തിനാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്തിരുന്നു. ഒത്തിരി നാട്ടറിവുകളുണ്ട്, ഓൾഡ് ജനറേഷൻസിന് അറിയാം, പക്ഷേ ഇപ്പോഴത്തെ ജനറേഷന് അത് അറിയില്ല. സോ we hope that this exhibition will be an eye-opener and also a method to preserve these traditional knowledge. So these are the student organizers and many classes have come forward to they have registered and they have taken part in this exhibition. അപ്പോൾ ഈ സ്റ്റാളിൽ തന്നെ ഒരുപാട് ക്ലാസ്സുകാർക്ക് ഒരുപാട് എക്സിബിഷൻ ലൈക്ക് സ്റ്റോൾസ് ആയിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഓരോ സ്റ്റാളിലും പോയി എന്താണെന്ന് അവരോട് തിരക്കാം. നിങ്ങൾ ഏതാണ് ഡിപ്പാർട്ട്മെൻറ്റ്? ഞങ്ങളുടെ ഹോൾ ക്ലാസ്സിനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞങ്ങളുടെ ഈ സെക്ഷൻ കാണിക്കുന്ന പലിയൻ എന്ന് പറയുന്ന ട്രൈബൽ ഗ്രൂപ്പിനെയാണ്. ഓക്കെ, അപ്പോൾ ഇത് പലിയൻസ് അവരുടെ ഹട്ട് ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അവരുടെ മെയിൻ ഫുഡ് ഐറ്റം ചേനയും മുളകും ആയിരുന്നു. അവർ മെയിനായിട്ട് ഹണി ഹണ്ടേഴ്സ് ആയിരുന്നു. അപ്പോൾ അതിനെ ഡെപിക്റ്റ് ചെയ്യാനായിട്ടാണ് തേൻ ഇവിടെ കാണിച്ചേക്കുന്നത്. മെയിൻലി കേരള, തമിഴ്നാടു എന്നീ സ്ഥലങ്ങളിലാണ് ഉള്ളത്. പക്ഷേ ഇപ്പോൾ മൈഗ്രേറ്റ് ചെയ്ത് കേരളയിൽ ഇടുക്കി എന്ന സ്ഥലങ്ങളാണ് അവർ കൂടുതലുള്ളത്. പക്ഷേ ആസ് കമ്പയർ ടു ബാക്കി ട്രൈബ്സിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ പോപ്പുലേഷൻ ഭയങ്കര കുറവാണ്. 0.47% ഉള്ളൂ. അവരുടെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ അവർ മൈഗ്രേറ്റ് ചെയ്ത് പോകുമ്പം ഏത് ലാംഗ്വേജാണ് അവിടെ പ്രിവെയിൽ ചെയ്യുന്നത് ആ ലാംഗ്വേജിൽ പഠിക്കാൻ, അതിലൂടെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും. അതൊക്കെയാണ് ഇവരുടെ സ്പെഷ്യാലിറ്റീസ്. അപ്പോൾ നമുക്കിവിടെ വേറെ ഒരുപാട് സ്റ്റോളും അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് നമ്മുടെ പങ്കായം എന്ന് പറയും, അത് കൊട്ടവഞ്ചി തുഴയാൻ യൂസ് ചെയ്യുന്നതാണ്. ഇത് നിലന്തല്ലി, പണ്ട് ചാണകം മെഴുകിയിട്ട് അടിച്ചുറപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ വിളക്ക്, റാന്തൽ വിളക്ക്, രാത്രിയിൽ വെട്ടത്തിന് വേണ്ടിയിട്ട്. ഇത് തൈര് കടയുന്ന സാധനം, നെയ്യ് എടുത്തുകൊണ്ടിരുന്ന സാധനമാണ്. ഇത് തേപ്പൂട്ടി, നമ്മുടെ ചിരട്ടക്കറി ഇട്ട് കത്തിച്ചുകൊണ്ടിരുന്ന തേപ്പൂട്ടിയാണ്. പിന്നെ ഇത് തിരിക, ചൂടുള്ള പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് മൊന്ത, ഇത് കിണ്ണം, കഞ്ഞിയൊക്കെ കുടിക്കാൻ വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇത് നാഴിയുടെ പല പല മെഷർമെൻറ്റ്സ്, ഇടങ്ങഴി, അങ്ങനെ നെല്ല് അളന്നുകൊണ്ടിരുന്നത്. ഇത് തുടർന്ന് വരാം, അത് നമ്മൾ ഈ എണ്ണയൊക്കെ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യും. പിന്നെ ഇത് കോരിയിൽ നിന്നും കുമ്പിൽ നിന്നും പറയും, ഇത് കഞ്ഞി കോരി കുടിക്കാനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഓട്ടുപാത്രങ്ങളാണ്, ഓട്ടുകാലം. കേരളത്തിൽ നല്ലോണം കണ്ടുവരുന്നൊരു ആദിവാസി കമ്മ്യൂണിറ്റിയാണ് മലയാളീസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ തന്നെ ഇതിന് 36,000 ഇൻഹാബിറ്റൻസ് ഉണ്ട്. പക്ഷേ കേരളത്തിൽ 34,000 ആണ്. ബാക്കി 2,000 സൗത്ത് ഇന്ത്യയിൽ തന്നെ സ്പ്രെഡ് ആണ്. ദേവികുളം, പീരുമേട്, തൊടുപുഴ താലൂക്കുകളിൽ കാണാൻ പറ്റും. കോട്ടയം ഡിസ്ട്രിക്റ്റിലോട്ട് വരുമ്പം കാഞ്ഞിരപ്പള്ളി, മീനച്ചിൽ താലൂക്കിലോട്ട് കാണാൻ പറ്റും. സോ തുടക്കത്തിൽ ഇവർ ഹണ്ടേഴ്സ് ആയിരുന്നു. പക്ഷേ പിന്നീട് ഇപ്പോഴത്തെ മോഡേൺ രീതിയിലോട്ടല്ല, ഇപ്പോഴത്തെ റെസ്ട്രിക്ഷൻസും ഇതൊക്കെ കാരണം ഹണ്ടിങ് നമുക്ക് പറ്റത്തില്ല. സോ അവരുടെ നമ്മുടെ എല്ലാ കേരളത്തിൽ തന്നെ ഇപ്പോൾ കണ്ടുവരുന്ന കപ്പ, ചേന, ചേമ്പ് തുടങ്ങിയതെല്ലാം കൾട്ടിവേറ്റ് ചെയ്തിട്ട് അവർ കൺസ്യൂം ചെയ്യും. സോ അതിൽ നമുക്കിപ്പോൾ ചേനയുണ്ട്, ചേമ്പുണ്ട്, കപ്പയുണ്ട്, പിന്നെ കപ്ലങ്ങ, വാഴപ്പഴം, അങ്ങനെ. പിന്നെ അത് ഇവരുടെ ഒരു മെഡിസിനൽ പ്ലാന്റാണ് പണ്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് ഭയങ്കര എഫക്റ്റീവാണ്. എന്തെങ്കിലുമൊക്കെ ഒരു മുറിവ് പെട്ടെന്ന് വരുവാണെങ്കിൽ ഇത് അവർ പറിച്ച് പിഴിഞ്ഞ് ഒഴിക്കുമ്പോൾ അത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെഡിസിനൽ പ്ലാന്റാണ്. സ്പൈസസ് കോമൺലി യൂസ്ഡ് സ്പൈസസ് ആണ്. ഇതിപ്പോൾ 3 സ്റ്റേജ് ഓഫ് ടേമറിക്, അതായത് റോ ടേമറിക്, ഉണങ്ങിയത്, പൊടിച്ചതും. അത് ടേമറിക് അവർ ഉപയോഗിക്കുന്നത്. പിന്നെ ഫോർ എക്സാമ്പിൾ സിനമൻ, കാർഡമം, നട്ട്മേഗ് ഒക്കെ അവർ കോമൺലി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇവിടുത്തെ ആർട്ട് ഫോം എന്ന് പറഞ്ഞാൽ ഇവരകളിയാണ്. ഇതാണ് മലയാളീസിൻ്റെ ഒരു ട്രഡീഷണൽ ആർട്ട് ഫോം. ഇത് ഡെപ്പിക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലോർഡ് കൃഷ്ണ പാണ്ഡവാസിനെ പഠിപ്പിക്കുന്ന പോലെ. നെക്സ്റ്റ് ഇവിടെ നമ്മുടെ സെക്കൻഡ് BCom സീരെ ഗുദാം ഉണ്ട്. അപ്പോൾ നമുക്കത് എന്താണെന്നൊന്ന് പോയി നോക്കാം. ഒരുപാട് കോയിൻ കളക്ഷൻസ് ഉണ്ട്. പല പീരീഡിലായിട്ടുള്ള ഓൾഡായിട്ട് യൂസ് ചെയ്ത കോയിൻസ് തൊട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്ന കോയിൻസിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട് ഇതിൽ. പിന്നെ നമുക്ക് കരാറൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഒരു കരാറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഉടമ്പടി, നോട്ട് കളക്ഷൻസും ഉണ്ട്. പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന നോട്ട്സ് ഉണ്ട്. പിന്നെ ലോട്ടറീസ് ഉണ്ട്. ഇതെല്ലാം ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് കളക്ഷൻ ഓഫ് മെഡിസിനൽ പ്ലാന്റ്സ് ആണ് ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. പല പീരീഡിലും യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മൊബൈൽ ഫോൺസാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വന്നിട്ട് കേരളത്തിൻ്റെ തനതായിട്ടുള്ള ആനയുടെ നെറ്റിപ്പട്ടമാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വേറെ ഒരു വലിയ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. അതിൽ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന VCR ഉണ്ട്, ഫാക്സ് മെഷീനുണ്ട്, കാസറ്റ് പെട്ടിയുണ്ട്, നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്ത അപ്പച്ചട്ടി, ഉണ്ണിയപ്പച്ചട്ടി, അതുപോലെ തന്നെ
മണിക്കൂട്, ഇടികല്ല്, അങ്ങനെ ഒരുപാട് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് സാധനങ്ങൾ പഴയ നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളുടെ ഒരു കുറച്ച് ഇത്തിരി വലിയൊരു കളക്ഷൻ തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് കളക്ഷനുണ്ട്, കുറച്ച് വിളക്കിൻ്റെ കളക്ഷനുണ്ട്, മുളപ്പാത്രമുണ്ട്, തട്ടുണ്ട്, കാശ് പെട്ടിയുണ്ട്, മുറമുണ്ട്. ഇങ്ങനെ കുറച്ച് പഴയതായിട്ടുള്ള കിച്ചണിൽ യൂസ് ചെയ്തുകൊണ്ട് ഉള്ള ടൈപ്പ് എക്യുപ്മെൻറ്റ്സ് ആണ് ഇവിടെ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് BCom എയുടെ നികേതമാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്നൊന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ കയറുമ്പോൾ എൻട്രൻസിൽ രണ്ട് സൈഡും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ബോട്ടിൽ ആർട്ടൊക്കെ, ഒരു ട്രഡീഷണൽ ആർട്ട് ഫോംസ് വന്നിട്ടുള്ള ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു ക്രാഫ്റ്റ് വർക്ക് പോലെ ഒരു മരത്തിൻ്റെ വേര് കൊണ്ടുള്ള ഉണ്ടാക്കിയ ഒരു പാമ്പ്, പിന്നെ കുറച്ച് പഴയതായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ചിരട്ടത്തവി, പാൻ, ടാപ്പിംഗ് കത്തി, ചട്ടി, ചെമ്പ് കലം, റാന്തൽ, ചിമ്മിനി, വിളക്ക്, ഇങ്ങനെ കുറച്ച് ഒരു വൈഡായിട്ടുള്ള ഒരു കളക്ഷൻസ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് അവർ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് പഴയകാലത്ത് യൂസ് ചെയ്തിട്ട് ത്രാസ് കാണാൻ പറ്റും, അതുപോലെ തന്നെ തൂക്കുപെട്ടി, അന്നത്തെ കാലത്ത് സാധനങ്ങൾ തൂക്കി വിൽക്കാനൊക്കെ യൂസ് ചെയ്തിട്ടുള്ള സാധനമാണ്. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് നമുക്ക് പഴയ കുറച്ച് കോയിൻ കളക്ഷൻസ് കാണാം, നോട്ട്സ് ഉണ്ട്. അവിടുന്ന് ഇവിടെ നമുക്ക് പഴയ കുറച്ച് കിച്ചണിൽ യൂസ് ചെയ്ത സാധനങ്ങൾ കാണാം. ഔഷധ ഉരകല്ലുണ്ട്, ഇടിക്കല്ലുണ്ട്, ഇടിത്തട്ട്, കിണ്ണം, ദോശക്കല്ല്, ഇടിയപ്പം അച്ച്, അപ്പച്ചട്ടി, ഉണ്ണിയപ്പച്ചട്ടി, ഇങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഓഫ് യൂട്ടൻസിൽ കളക്ഷനാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ MCom PGDM-ൻ്റെ വേരെന്ന് പറഞ്ഞ സ്റ്റോളാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ വേരിനകത്തുള്ളതെന്ന്. ഫസ്റ്റ് തന്നെ നമ്മൾ പഴയ കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന വിളക്കിൻ്റെ കുറച്ച് കളക്ഷനുണ്ട്. പിന്നെ ധൂപച്ചട്ടി, നാഴി, ഇസ്തിരി, സിന്ദൂരച്ചെപ്പ്, ഇങ്ങനെ പഴയ കാലത്ത് കോമൺലി നമ്മൾ ഡേ ടു ഡേ ലൈഫ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ കാണാത്ത കുറച്ച് സാധനങ്ങൾ ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് ഔഷധ സസ്യങ്ങളുടെ കുറച്ച് കളക്ഷൻസ് കാണാം. അതുപോലെ തന്നെ ഇവിടെ അത് ഫ്രഷ് ആയിട്ടുള്ളതാണ്. ഇപ്പുറത്ത് ഉണങ്ങിയ പച്ചമരുന്നുകളൊക്കെ പാക്ക് ചെയ്തവർ വെച്ചിട്ടുണ്ട്. മന്നാൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആദിവാസി സമൂഹമാണ്. മധുര പാണ്ഡ്യരാജാവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഏകദേശം കേരളത്തിൽ രാജ്യഭരണം നിലനിൽക്കുന്ന ഒരേ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ കോഴിമലയിലുള്ള മന്നാൻ സമൂഹം. അവർക്ക് അവരുടേതായ ഒരു ഭാഷയുണ്ട്, ആ ഭാഷയ്ക്ക് ലിപിയില്ല. അടുത്ത നമ്മുടെ സ്റ്റോൾ മറയൂർ ട്രൈബിനെ കുറിച്ചിട്ടാണ്. ഇവിടെ അവർ പഴയ കാലത്ത് ഹണ്ടിങ്ങിന് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് വെപ്പൺസ് ഉണ്ട്. പിന്നെ അവർ യൂസ് ചെയ്ത കോയിൻ കളക്ഷൻസ്, ത്രാസ്, പിന്നെ നമ്മുടെ ഇടുക്കിയിലെ സ്പൈസസ് കൊണ്ട് അവരൊരു ബോട്ടിൽ ആർട്ട്, പിന്നെ ലെതറിൽ ഉണ്ടാക്കിയ ഫയലുണ്ട്. അങ്ങനെ കുറച്ച് ആ ട്രൈബിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള നമുക്ക് പെയിൻറ്റിങ്സ് കാണാൻ പറ്റും. തിരുവാതിര, ഒപ്പന, കളറിംഗ് ഫൈറ്റ്, ഇങ്ങനെയായിട്ട്. പഴയകാലത്ത് യൂസ് ചെയ്തിട്ട് ഉപ്പുഭരണി കാണാൻ പറ്റും. പിന്നെ കെറസിൻ ലാമ്പ്, വിഷറി, പഴയ യൂസ് ചെയ്ത കുറച്ച് കോയിൻസ് ഉണ്ട്. പിന്നെ ഒരു ടൈപ്പ് ഓഫ് ഗ്ലാസ് ബോട്ടിൽ, മഷിക്കുപ്പി, അത് ഗ്ലാസ് ബോട്ടിൽ, ഇങ്ക് ബോട്ടിലാണ് അത്. പിന്നെ കുറച്ച് മെഡിസിനൽ പ്ലാന്റ്സ്, പിന്നെ ആറന്മുള കണ്ണാടിയുടെ ഒരു മോഡൽ, പിന്നെ കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള പെയിൻറ്റിങ്സ്. ജ്വല്ലറി ബോക്സ് ഉണ്ട്. പിന്നെ പഴയ കാലത്ത് എന്താ കോമൺ ആയിട്ട് കളിച്ചിട്ടുണ്ട് ഒരു ഗെയിമിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണല്ലേ ഇത്, അതുണ്ട്. ട്രഡീഷണലി കേരള യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുക്കിംഗ് മെത്തേഡ്, അവരുടെ ആ ഒരു അടുപ്പും വിറക് കൊണ്ടുള്ള അടുപ്പും, പിന്നെ കിച്ചണിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കലപ്പ, കത്തി മുതലായ സാധനങ്ങൾ, പിന്നെ സ്പൈസസ്, പഴയ ടൈപ്പ് സ്പൂൺ, അതുപോലെ തന്നെ മുറം, വിളക്ക്.
ഒരുപാട് എക്യുപ്മെൻറ്റ്സ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കാണാൻ പറ്റും. പഴയ ക്ലോക്ക് ഉണ്ട്, ഗ്രാമഫോൺ ഉണ്ട്, റേഡിയോ ഉണ്ട്, ക്ലോക്ക് ഉണ്ട്. അതുപോലെ പഴയ മോഡൽ ഓഫ് ഒരു ടെലിഫോൺ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇന്നിവിടെ ട്രൈബൽ ഡാൻസ് ഈ മലയോരങ്ങളിലുള്ള ട്രൈബൽ ഗ്രൂപ്പ്സിൻ്റെ കോമൺ ആയിട്ട് ചെയ്യുന്നൊരു ഡാൻസ് ഫോമാണ്. അപ്പോൾ ഞങ്ങളിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് അവരുടെ ഒരു ഡാൻസ് ഫോമിൻ്റെ പേരെന്താ? കോമൺ ആയിട്ട് അവരുടെ ഈ പറഞ്ഞ ഇടുക്കി ഹിൽസിലുള്ള എല്ലാ ട്രൈബൽ ഗ്രൂപ്പ്സും പുരാതനമായി കളിച്ച് വരുന്ന ഒരു ഡാൻസ് ഫോമാണിത്. അപ്പം അതാണ്